സാമൂഹിക നേട്ടങ്ങൾക്കായി 6000-ഓളം നൂതന ആശയങ്ങൾ നൽകുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവം 7, 8, 9, 10 തീയതികളിലായി പാലക്കാട് നടക്കും. 14 ജില്ലകളിൽ നിന്നായി 5500-ഓളം യുവതകൾ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് ADPI TS സന്തോഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ HS, HSS, VHSC വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഗവൺമെന്റ് മോയൻ മോഡൽ HSSൽ പ്രധാന വേദിയായി നഗരത്തിലെ 6 വിദ്യാലയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ചോക്ക് നിർമ്മാണം, വോളിബോൾ നെറ്റ്, ചന്ദനത്തിരി, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പനയോല, തഴയോല ഉൽപ്പന്നങ്ങൾ, കുട നിർമ്മാണം എന്നിവ ഒഴിവാക്കിയും വിവിധ ക്യാരി ബാഗ് നിർമ്മാണം, ഫൈബർ ഫാബ്രിക്കേഷൻ, നൂതനാശയ പ്രവർത്തന മോഡൽ, ലോഹത്തകിടിൽ ദ്വിമാന ചിത്രം, പോസ്റ്റൽ ഡിസൈനിംഗ്, പോട്ടറി പെയിന്റിംഗ്, കൗങ്ങിംഗ് ബാള നിർമ്മാണം, ചുരൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്തുമാണ് ഇക്കുറി മത്സരങ്ങൾ നടക്കുന്നത്. ഉദ്ഘാടനം നടക്കുന്ന 7, 8, 9 തീയതികളിലും പ്രധാന വേദിയിൽ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 8, 9 തീയതികളിൽ ചെറിയ കോട്ട മൈതാനത്ത് വിദ്യാർത്ഥികളെയും 16ഓളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സെമിനാറുകളും കരിയർ ഫെസ്റ്റും നടക്കും. 6 വ്യത്യസ്ത മേളകൾ ചേർന്ന ഇതാണ് ശാസ്ത്രോത്സവം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ സയൻസിൻ്റെ മേളയുണ്ട്, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മേളയുണ്ട്, IT ഉണ്ട്, പ്രവൃത്തി പരിചയമുണ്ട്, ഗണിതമുണ്ട്. അതോടൊപ്പം തന്നെ വൊക്കേഷണൽ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളുടെ സ്കിൽ ഫെസ്റ്റ്, ഇങ്ങനെ 6 വ്യത്യസ്ത മേളകൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ സംസ്ഥാനത്തെ ശാസ്ത്രോത്സവം നടത്തുന്നത്. 7 വ്യത്യസ്ത വേദികളിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടക സമിതിയുടെ ഓഫീസുമെല്ലാം മോയിൻസ് സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണത്തെ മേളയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പരിഷ്കരിച്ച മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേള നടത്തുന്നത്. ഒരു വർഷം മുമ്പേ നമ്മൾ പരിഷ്കരിച്ചായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം അത് നോട്ടിഫൈ ചെയ്യുന്നതിന് കാലതാമസം വന്നുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ശാസ്ത്രമേളയിൽ മാനുവൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണത്തിൽ വന്നിട്ടുള്ള 1-2 പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാമൂഹ്യശാസ്ത്ര മേളയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മത്സരങ്ങളെല്ലാം ഓൺ ദ സ്പോട്ട് മത്സരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. മുൻപ് ചില മത്സരങ്ങളിൽ അത് കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന് അതിന് ഇവാലുവേഷൻ നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓൺ ദ സ്പോട്ട് മത്സരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയ മേളയിൽ 7 ഇനങ്ങൾ ഒഴിവാക്കുകയും വിദഗ്ധ സമിതി അത് അത്ര കാലാനുസൃതമല്ല എന്ന് കണ്ടിട്ട് 7 ഇനങ്ങൾ ഒഴിവാക്കി പുതുതായിട്ട് 8 ഇനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ശാസ്ത്രം മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷത്തെ ശാസ്ത്രമേള നടത്തുന്നത്. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഇത്രയധികം കുട്ടികൾ നമ്മൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഉള്ള താമസ സൗകര്യം, അവർക്കുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യം, അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷന് ഉള്ള സൗകര്യം, ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ ഹരിത പ്രോട്ടോക്കോൾ, ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ച് ഈ മേള നടത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ മീഡിയയ്ക്കുള്ള സൗകര്യം നമ്മൾ ഇതിൻ്റെ മുഖ്യ വേദിയായിട്ടുള്ള മോയിൻസ് സ്കൂളിൽ മീഡിയയ്ക്കുള്ള ഒരു പവലിയൻ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അവിടെ മറ്റ് വേദികളിൽ നിന്നുള്ള മത്സരങ്ങളുടെ ഫലങ്ങളെല്ലാം അവിടെ നമുക്ക് ലഭ്യമാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ടാവണമെന്ന്, മീഡിയയുടെ ഒരു പൂർണ്ണമായിട്ട് പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മേളയുടെ സുഗമമായ നടത്തിപ്പിനും ആവശ്യ സഹായത്തിനും സേവനത്തിനുമായി 2500ഓളം വളണ്ടിയർമാർ കർമ്മനിരതരാവും. അത്യാവശ്യ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കാനായി മെഡിക്കൽ, പോലീസ്, ഫയർ സർവീസ് സേവനങ്ങളും സുസജ്ജമാണ്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഒഫീഷ്യൽ അംഗങ്ങൾ, വിധികർത്താക്കൾ, മറ്റ് ഉദ്യോഗസ്ഥർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 ദിവസങ്ങളിലും പഴയിടം മോഹനൻ നമ്പൂതിരി വിവിധ തരത്തിലുള്ള രുചികരമായ ഭക്ഷണം ഒരുക്കും. 1000 പേർക്കിരിക്കാവുന്ന ഊട്ടുപുരയുൾപ്പെടെ ഭക്ഷണ ക്രമീകരണം നടത്തുന്നതിനായി 300 അധ്യാപകരും വിദ്യാർത്ഥികളും സജ്ജരായിരിക്കും. 3 മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് മേള കാണാനും വിലയിരുത്താനും അവസരമുണ്ടാവുമെന്നും TS സന്തോഷ് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങളെല്ലാം തന്നെ രാവിലെ 9:30 നമ്മൾ ആരംഭിക്കും. മത്സരങ്ങൾ ആരംഭിച്ച് മത്സരത്തിനുള്ള സമയം നൽകിയതിനു ശേഷം പിന്നീട് അതിൻ്റെ ജഡ്ജസിൻ്റെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സുണ്ട്. ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് സാധാരണ ഇതിൽ നമുക്കൊരു 2:30-3 മണിയോടുകൂടി ഇവാലുവേഷൻ പ്രോസസ്സ് പൂർത്തിയാകും. അതിനുശേഷം ഒരു 5 മണി വരെയുള്ള സമയത്ത് നമുക്ക് പൊതുജനങ്ങൾ കാണുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. മീഡിയയ്ക്ക് നമ്മൾ പ്രത്യേകം മീഡിയ പാസ് നൽകുന്നതാണ്. നമുക്ക് പ്രസ് ക്ലബ്ബുമായിട്ട് ചേർന്നിട്ട് മീഡിയ പേഴ്സൺസിന് പാസും അതോടൊപ്പം വെഹിക്കിൾസിനുള്ള പാസ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. ഈ മേളയുടെ ഒരു വൻ വിജയമാക്കാൻ എല്ലാവരും വിവിധ കമ്മിറ്റികൾ, 17ഓളം സബ് കമ്മിറ്റികൾ ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. 7-ാം തീയതി വൈകുന്നേരം 4:30-ക്കാണ് മേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം. രാവിലെ 10 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതാണ്.
മേള ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവറുകളാണ്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർ അധ്യക്ഷത വഹിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർ മുഖ്യാതിഥിയായിരിക്കും. ജില്ലയിലെ എം പിമാരും എം എൽ എമാരും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപന മേധാവികളടക്കം ഉള്ളവർ ഇതിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. മേളയുടെ സമാപന ചടങ്ങും വിജയികൾക്കുള്ള ട്രോഫികളുമെല്ലാം 10-ാം തീയതി വൈകിട്ട് 4:30 നടക്കുന്ന അതേ വേദിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ വളരെ വിശദമായിട്ടുള്ള പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂളും അതോടൊപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങിൻ്റെ നോട്ടീസും എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. DDE സലീന ബി PM, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ A, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വിനോദ് MN, മീഡിയ കമ്മിറ്റി കൺവീനർ A ഹനീഫ, NCTA മുഹമ്മദ് അഷ്റഫ് P എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.